ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കൃഷ്ണപ്രസാദ് അധികാരമേറ്റു. പ്രതികരണവുമായി ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണപ്രസാദ് പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേവല ഭൂരിപക്ഷത്തോടെ ബിജെപി ഭരണസമിതിയുടെ അധ്യക്ഷനായി 19ാം വാർഡ് മെമ്പർ കൃഷ്ണപ്രസാദ് 7-നെതിരെ 10 വോട്ടുകൾ നേടിയാണ് പഞ്ചായത്ത് അധ്യക്ഷ പദം ഏറ്റെടുത്തത്. ആദ്യമായി തിരുവില്ലാമല എല്ലാ നല്ല വോട്ടർമാർക്കും എൻ്റെ നന്ദി പറയുകയാണ്. കാരണം 19ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത് ബിജെപിയെ ഭൂരിപക്ഷത്തോടെ തിരുവില്ലാമല വിജയത്തിലേക്ക് എത്തിച്ച തിരുവില്ലാമല എല്ലാ വോട്ടർമാർക്കും നന്ദി. കഴിഞ്ഞ വർഷം ഒരു വർഷം ഭരണസമിതി ഭരിച്ചതിൻ്റെ ഒരു തിരുവില്ലാമല ജനങ്ങൾ LDF UDF മധുര പ്രതികാരമാണിത്. കാരണം ഒരു വർഷം ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചു, LDF UDF കൂടെ രാത്രിയുടെ മറവിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടാക്കി ഭാരതീയ ജനതാ പാർട്ടിയെ പുറത്താക്കുകയും തുടർന്ന് 4 വർഷം LDFന്റെ പിൻബലത്തോടെ UDF ഭരിക്കുകയും ചെയ്തു. അന്നേ തിരുവില്ലാമലക്കാർ ഉറപ്പിച്ചിരുന്നു തിരുവില്ലാമലയിൽ അടുത്തത് പന്താമൽ വിരിയും, ഭൂരിപക്ഷത്തോടുകൂടി തിരുവില്ലാമല പഞ്ചായത്ത് വിജയി ഭരിക്കുമെന്ന് നല്ല ജനങ്ങൾ അന്നേ ഉറപ്പിച്ചിരുന്നു. തിരുവില്ലാമലയിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയത്. എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനഹിതം അനുസരിച്ച് ജാതി മതവർഗ ഭേദമന്യേ ഒരു ഭരണമാണ്, സദ്ഭരണമാണ് തിരുവില്ലാമല പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കാൻ പോകുന്നത്. LDFിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മനോജ് കുമാറിന് 7 വോട്ടുകൾ ലഭിച്ചു. 19 വാർഡുകളുള്ള പഞ്ചായത്തിലെ 2 സ്വതന്ത്ര വോട്ടുകൾ അസാധുവായി. നിലവിൽ ബിജെപിക്ക് 10ഉം LDFന് 7ഉം 2 സ്വതന്ത്രരുമാണ് ഉള്ളത്. കൂടി ഭരണത്തിലായിരുന്നത് ഈ പഞ്ചായത്തിലാണ്. മറ്റു പലയിടത്തും കൈയാണ്. നമുക്കറിയാം, എങ്ങനെയെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്നുള്ളതിൻ്റെ ഒരു ചിന്തയിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഇന്ത്യ സഖ്യം ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരുവില്ലാമല ജനങ്ങൾ യഥാർത്ഥ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളെ വിജയിപ്പിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ പുനരുജ്ജീവിച്ചിട്ട് എടുക്കാനുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള എല്ലാ സഹായവും തിരുവില്ലാമലയ്ക്ക് ഉറപ്പാക്കുകയാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും ഈ തിരുവില്ലാമലയെ വികസിത തിരുവില്ലാമലയാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പദ്ധതികളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള സഹായവും ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഭരണത്തിലേറിയിട്ടുള്ളത്.